എനിക്കിഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഉറക്കമായിരുന്ന പോലെ ഫീൽ ചെയ്തു. നമ്മളെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്തിരുന്ന ഒരാളിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. പെണ്ണിനെ സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലേഡീനെ കൊണ്ടുവന്ന് നമുക്ക് ഈ പടം ഒന്ന് കാണാൻ ഭയങ്കരമായിട്ട് ത്രില്ലിങ് ആയിരിക്കും. അയ്യോ തേഞ്ഞ് ഇങ്ങനെ അതൊക്കെയാണ് പറയണത്. അതൊക്കെയാണ് ഇപ്പോൾ വർക്കൗട്ടാണ്. നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല മൂഡ് പടമായിരുന്നു. ബേസിലാണ് ഹൈലൈറ്റ്. ബേസിൽ വളരെയധികം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിച്ചു. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. നമ്മൾ കൊടുക്കുന്ന 100 രൂപ മുതലാക്കുന്ന എല്ലാം ഈ പടത്തിനകത്തുണ്ട്. കൊള്ളാം, കിടിലൻ സ്ക്രിപ്റ്റ്, നല്ല കിടിലൻ ട്വിസ്റ്റൊക്കെ നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ടെക്നിക്കലി പടം നൈസ് ആയിട്ടുണ്ട്. സൗബിൻ്റെ ആക്ടിങ് ആയിരുന്നാലും സൗബിനും ബേസിലും ഇവരൊക്കെ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓവർ കൊള്ളാം, നല്ല പടം, കിടിലാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ എല്ലാവരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കുഴപ്പമില്ല, കൊള്ളാം. അതിനാണ് നല്ല പടം. ഒന്നും കാണാനില്ല, കാണുകയാണ്. കൊള്ളാം, നല്ല കൊള്ളാം, നല്ല പടം. ഈ മാസത്തെ ഏറ്റവും ടോപ്പ് പടം. ടോപ്പായിരുന്നു. ബേസിലായാലും ചെമ്പൻ വിനോദായാലും സൗബിനായാലും എല്ലാം ടോപ്പായിരുന്നു. നല്ല കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല മൂഡ് പടമായിരുന്നു. കൊള്ളാമായിരുന്നു, നല്ലായിരുന്നു. എനിക്ക് സിനിമ അത്ര സൂപ്പറായിട്ട് ഫീൽ ചെയ്തില്ല. ആവറേജ് പോലെയൊക്കെ ഫീൽ ചെയ്തോളൂ. അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എൻഗേജിങ് ആയിട്ട് തോന്നിയുള്ളൂ. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ലാഗായിരുന്നു. ഇത് പറയത്തൊക്കെ എനിക്കിഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഉറക്കമായിരുന്ന പോലെ ഫീൽ ചെയ്തു. സോബിൻ ബേസിലൊക്കെ ആസ് യൂഷ്വൽ നന്നായിരുന്നു. പക്ഷേ എന്തോ ഒരു സർപ്രൈസ് എലമെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ വിചാരിച്ച പോലെ അങ്ങോട്ട് ഒത്തില്ല എന്ന് പോലെ തോന്നി എനിക്ക്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് പ്രശ്നം, സെക്കൻഡ് ഹാഫ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നൈസായിട്ട് വരുന്നു ബ്രോ. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം. നല്ല പടമായിരുന്നു. കോമഡിയാണ്, കോമഡി ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. കൊള്ളാം, അടിപൊളി പടം, നല്ല പടമായിരുന്നു. ഒരു ത്രില്ലർ കോമഡി കണ്ടിരിക്കാം. വളരെ നല്ല പടം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമുക്ക് കുറേയധികം അൺഎക്സ്പെക്റ്റഡ് സീൻസൊക്കെ ഉണ്ട്. ബേസിലാണ് ഹൈലൈറ്റ്. ബേസിൽ വളരെയധികം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിച്ചു. നല്ലായിരുന്നു. അടിപൊളി പടം, കുഴപ്പമില്ല. നല്ല പടമായിരുന്നു. കുഴപ്പമില്ല, ആവറേജ്. ചേട്ടാ മൂവി നൈസാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു സ്ലോ സ്പീഡ് പോകുമെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ഒറ്റയടിക്ക് 2x കയറുന്നുണ്ട്. ഇപ്പോൾ ബേസിൽ ശിവജിത്ത് ഇവരെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചാന്ദിനി ആക്ട്രസ്, മൂവി നൈസാണ് കേട്ടോ. നല്ല കോമഡിയാണ്, ഒരേ സമയം ഇൻവെസ്റ്റിഗേഷൻ, എല്ലാം നമുക്ക് എൻഗേജിങ് ആണ്. നൈസായിട്ടുണ്ട്. താങ്ക് യു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ വീണ്ടും ഭയങ്കര ഒരു ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. മലയാള ഇൻഡസ്ട്രിയിൽ ഭയങ്കര ബെഞ്ച് മാർക്കായിട്ടുള്ള പടങ്ങളുണ്ടല്ലോ, അതിനകത്ത് തന്നെ ഇത് ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ ആക്ടേഴ്സും ഭയങ്കര ക്യാരക്ടറിന് അനുസരിച്ചുള്ള കറക്റ്റ് മീറ്ററിനുള്ള അഭിനയം കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. ഒരു രക്ഷയില്ല, വേൾഡ് ക്ലാസ്, പറയാൻ വാക്കുകളില്ല, അത്രയും കിടിലായിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഒരു രക്ഷയില്ല, കിടില. ആക്ടിങ് കൊള്ളാം, അടിപൊളി, മസ്റ്റ് വാച്ച്. കൊള്ളാം ബ്രോ, സൂപ്പറാണ്. ആക്ടിംഗ് വൈസെല്ലാം പൊളി, മേക്കിംഗ് വൈസെല്ലാം ഹെവി. ഒരു മർഡർ മിസ്റ്ററി വിത്ത് കോമഡി എല്ലാം. സൗബിനാണെങ്കിലും ബേസിലായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയാണ്. ബേസിലൊക്കെ നല്ല നമ്മൾ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചത്. കോമഡി ഉണ്ട്, നല്ല ത്രില്ലിങ്ങുമാണ്. നമുക്കത് വാച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ത്രില്ല് ഫസ്റ്റ് ഹാഫ് പോലെ ലാസ്റ്റ് വരെ ഉണ്ട്. പടം എന്ന് വെച്ചാൽ അടിപൊളിയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലെ വരുമ്പോൾ തന്നെ ഒരു ആ ഷാപ്പിൻ്റെ ആ ഒരു ലൊക്കേഷൻ വെച്ച് തന്നെ വരുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ഈ മൂവി എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടി ഇച്ചിരി കൂടെ ഹൈപ്പാക്കി കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ആ മൂവിക്കകത്ത് എൻഗേജ് ചെയ്തിരിപ്പിക്കാൻ വേണ്ടി സൗബിനാവട്ടെ, മറ്റേ ബേസിലാവട്ടെ, മറ്റേ ചെമ്പചാക്കാവട്ടെ, അവരെല്ലാവരും ആ ക്യാരക്ടർ പക്കയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ സിനിമാറ്റോഗ്രാഫി എല്ലാം പക്കയാണ്. സോ നമുക്കാണെങ്കിൽ വിചാരിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒരു നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. ബേസിൽ പിന്നെ കോമഡിയും സീരിയസും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില്ലേ, അതും അടിപൊളിയാണ്. സൗബിനും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് എല്ലാവരെയും അടിപൊളിയാണ്. അതിന് മസ്റ്റ് വാച്ച് ത്രില്ലറുമാണ്. നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ നല്ല എൻഗേജ് കണ്ടിരിക്കാം. പടം കിടുവാണ്. നമ്മൾ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. നമ്മൾ കൊടുക്കുന്ന 100 രൂപ മുതലാക്കുന്ന എല്ലാം ഈ പടത്തിനകത്തുണ്ട്. തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഒരു പക്ക മിസ്റ്ററി മൂഡിലാണ് പടം പോകുന്നത്. ഇതൊരു കോമഡി പടമല്ല, കോമഡി ഉണ്ട്, അവിടെ ഇവിടെയും കുറച്ചുണ്ട്. പക്ഷേ ഒരു പക്ക മിസ്റ്ററി മൂഡി കണ്ടിരിക്കാൻ പറ്റിയ കിടിലൻ പടമാണ്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സിനിമയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഡാർക്ക് കോമഡി എന്നുള്ള ഒരു ജോണറിൽ നോക്കുമ്പോൾ നല്ല സിനിമയായിരുന്നു. പിന്നെ എടുത്ത് പറയാനായിട്ട് നമ്മുടെ ബേസിലിൻ്റെയും ചെമ്പൻ വിനോദിൻ്റെയും നമ്മുടെ സൗബിൻ ഷാഹിറിൻ്റെയും എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റും നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ഒരു ത്രില്ലറാണ്. ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഡാർക്ക് കോമഡിയാണ്. കോമഡി നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. സിനിമ ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ അൻവർ റഷീദിൻ്റെ പടമല്ലേ, അൻവർ റഷീദിൻ്റെ പടം നമ്മളൊരു വൻ പ്രതീക്ഷയോട് കൂടി വന്നതാണ്. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട്. പിന്നെ ഈ പടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്തിരുന്ന ഒരാളിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇത് രണ്ട് മൂന്ന് പേരൊക്കെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷേ എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉറങ്ങിയിരുന്നവരൊക്കെ ഈ പടത്തിൻ്റെ ഇത് ലെവൽ പിന്നെ മാറി വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ഒരു സന്തോഷമായി. കാര്യം നമ്മുടെ ഇപ്പോഴത്തെ യൂത്ത് തലമുറകൾക്കും നമ്മളൊരു പെണ്ണിനെ സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലേഡീനെ കൊണ്ടുവന്ന് നമുക്ക് ഈ പടം ഒന്ന് കാണാൻ ഭയങ്കരമായിട്ട് ത്രില്ലിങ് ആവുകയും ചെയ്യും. നമുക്ക് അവർക്ക് ഒരു എന്താ പറയുക, ഒരു എൻജോയ് നമുക്ക് കൊടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു പടമാണ്. ബേസിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മിന്നുന്നതെല്ലാം പൊന്നാക്കുന്ന അളിയൻ്റെ ആ ഒരു വർക്കൗട്ട് അത് സെറ്റാണ്. അതില്ല ഞാൻ പറയുന്നില്ല. ഒരു ഇൻസ്പെക്ടർ വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പടം ഒരു ക്രൈം ത്രില്ലറും കൂടെയാണ്.
ആ ഒരു ക്രൈം ത്രില്ലറാണെങ്കിലും ആ പടം അത് എന്താ പറയുക, ഒരു കോമഡി ആയിട്ട് ഒരു പോലീസുകാരൻ വന്ന് അതിനെ തെളിയിച്ചെടുക്കുന്നു. അതായത് മണ്ടനായ പോലീസാണെങ്കിലും ബുദ്ധിമാനായ പോലീസാണ്. അത് അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേസിലെ നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനുസരിച്ച് നമ്മുടെ സൗബിൻ എന്ന് പറയുന്നത് ഷാപ്പിലെ ഒരു ജോലിക്കാരൻ്റെ ഒരു വേഷമാണ്. അതിൽ ആ ഷർട്ട് കാണുമ്പോൾ തന്നെ അത് ഈ പടത്തിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. കാര്യം ആ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗബിൻ അടിപൊളി, നമ്മളെപ്പോലെ ലോക്കൽസിൻ്റെ വേഷം എങ്ങനെയാണ് അതേപോലെ. സൗബിനൊപ്പം മത്സരിച്ച് നിൽക്കുന്ന കാര്യം നമ്മുടെ ചെമ്പൻ വിനോദ് ആക്ടിങ് നല്ലതായിരുന്നു. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ നായിക എന്ന് പറയുന്നത് അവൾ പിന്നെ വേറെ ലെവൽ സാധനമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ ആക്ടിങ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ. കാര്യം അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള യൂത്ത് തലമുറകൾക്കൊക്കെ അവളുടെ ഓരോ തിയേറ്ററിലിരുന്ന് പറയുന്ന ഓരോ ഡയലോഗുകൾ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കൂട്ടുകാരെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അളിയ തേഞ്ഞ് മറിച്ചാണ് ഇയാൾ പറയുന്നത്, അയ്യോ തേഞ്ഞ് ഇങ്ങനെ അതൊക്കെയാണ് പറയണത്. അതൊക്കെയാണ് ഇപ്പോൾ വർക്കൗട്ടാണ്. കാര്യം അത് നമ്മളത് പറയേണ്ട രീതിയിൽ പറയുമ്പോൾ നമുക്കൊരു കോമഡിയാവും.